ഹായ് വെൽക്കം ബാക്ക്. നമ്മളെ ഫിഫ്ത്ത് സെമിസ്റ്ററിലെ E301 PGTP അതിൻ്റെ മൊഡ്യൂൾ 3-ലെ ലാസ്റ്റ് ലെക്ചർ സീരീസ് കൊറോണ. ഓക്കെ, ടോപ്പിക്സ് കവേർഡ് കൊറോണ, അതുപോലെ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് കൊറോണ, ഇമ്പോർട്ടൻറ്റ് ടേംസ് എന്തൊക്കെയാണ്, അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, മെത്തേഡ്സ് ഓഫ് റെഡ്യൂസിങ് കൊറോണ എഫക്റ്റ്, അതുപോലെ കൊറോണ ഇന്റർഫിയറൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ലൈൻ. നമ്മുടെ ടെക്സ്റ്റിലുള്ളതല്ല, അത് പുറത്തുനിന്നാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഓക്കെ, what is corona? When an alternating potential difference is applied across two conductors whose spacing is large as compared to their diameters, there is no apparent change in condition of atmospheric air surrounding the wires if the applied voltage is low. അതായത് നമ്മൾ രണ്ട് വയർ ട്രാൻസ്മിഷൻ ചെയ്യാൻ വിചാരിക്കുക. അപ്പോൾ അത് രണ്ടും എന്ത് ചെയ്തിട്ടുണ്ടാവും, ഒരു സ്പേസിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ സ്പേസിങ് എപ്പോഴും എന്തായിരിക്കണം, ഈ കണ്ടക്ടറിന്റെ ഡയമീറ്ററിനെക്കാട്ടി കൂടുതലായിരിക്കണം. അതാണ് അതിൻ്റെ ഒരു ശരിയായിട്ടുള്ളത്. ഇനി അവിടെ അറ്റ്മോസ്ഫിയറിക് കണ്ടീഷനിൽ ഒരു പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ, അത് മാത്രമല്ല അപ്ലൈഡ് ലോ വോൾട്ടേജ് ലോ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ബട്ട് വെൻ ദ അപ്ലൈഡ് വോൾട്ടേജ് എക്സീഡ്സ് എ സർട്ടൻ വാല്യൂ, അപ്ലൈഡ് വോൾട്ടേജ് ഒരു certain വാല്യൂനെക്കാട്ടും എക്സീഡ് ചെയ്യുക, ദാറ്റ് ഈസ് ക്രിട്ടിക്കൽ ഡിസ്ട്രപ്റ്റീവ് വോൾട്ടേജ്, ദ കണ്ടക്ടേഴ്സ് ആർ സറൗണ്ടഡ് ബൈ എ ഫെയിൻറ്റ് വയലറ്റ് ഗ്ലോ കോൾഡ് കൊറോണ. അപ്പോൾ നമ്മൾ നോർമൽ വോൾട്ടേജ് ആണ് അപ്ലൈ ചെയ്യുന്നത്, അതുപോലെ ക്രിട്ടിക്കൽ ഡിസ്ട്രപ്റ്റീവ് വോൾട്ടേജിനെ എക്സീഡ് ചെയ്യാതെയാണെന്നുണ്ടെങ്കിൽ അവിടെ പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ ഒരു സെർട്ടൻ ക്രിട്ടിക്കൽ ഡിസ്ട്രപ്റ്റീവ് വോൾട്ടേജ് പറഞ്ഞൊരു വോൾട്ടേജിന് അപ്പുറം എക്സീഡ് ചെയ്യണമെങ്കിൽ അതൊരു വാല്യൂ ആണ്, അതെന്താ നമുക്ക് നോക്കാം. അത് എക്സീഡ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു ഫെയിൻറ്റ് വയലറ്റ് ഗ്ലോ ഉണ്ടാവും. അതിനാണ് നമ്മൾ പറയുക കൊറോണ. ദ ഫിനോമിനൻ ഓഫ് കൊറോണ ഈസ് അക്കമ്പനീഡ് ബൈ എ ഹിസ്സിംഗ് സൗണ്ട്, പ്രൊഡക്ഷൻ ഓഫ് ഓസോൺ, പവർ ലോസ് ആൻഡ് റേഡിയോ ഇന്റർഫിയറൻസ്. ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താ ഉണ്ടാവുക വെച്ചാൽ കൊറോണ കാരണം കൊണ്ട് എന്തുണ്ടാവും, അവിടെ ഹിസ്സിംഗ് സൗണ്ട് ഉണ്ടാവും, പ്രൊഡക്ഷൻ ഓഫ് ഓസോൺ ഉണ്ടാവും, അതേപോലെ പവർ ലോസ് ഉണ്ടാവും, റേഡിയോ ഇന്റർഫിയറൻസ് ഉണ്ടാവും. The higher the voltage is raised, the larger and higher the luminous envelope becomes, and greater are the sound and the power loss and the radio noise. വോൾട്ടേജ് കൂടുന്നതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും, ലാർജർ ഹയർ ലുമിനസ് എൻവലപ്പ് ഉണ്ടാവും, അതേപോലെ എന്താണ് ഗ്രേറ്റർ ആയിരിക്കും അതിന്റെ സൗണ്ട് കൂടുതലായിരിക്കും, അതുപോലെ പവർ ലോസ് ഒക്കെ കൂടുതലായിരിക്കും. ഇഫ് ദ അപ്ലൈഡ് വോൾട്ടേജ് ഈസ് ഇൻക്രീസ്ഡ് ടു ബ്രേക്ക് ഡൗൺ വാല്യൂ, ഇനി അപ്ലൈഡ് വോൾട്ടേജ് ഒരു ബ്രേക്ക് ഡൗൺ വാല്യൂനൊക്കെ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എ ഫ്ലാഷ് ഓവർ വിൽ ഒക്കർ ബിറ്റ്വീൻ ദ കണ്ടക്ടേഴ്സ് ഡ്യൂ ടു ദ ബ്രേക്ക് ഡൗൺ ഓഫ് എയർ ഇൻസുലേഷൻ. നമ്മളുടെ ഈ കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എയർ ഇൻസുലേറ്റർ വെച്ചിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അപ്ലൈഡ് വോൾട്ടേജ് ഒരു ബ്രേക്ക് ഡൗൺ വോൾട്ടേജിനെക്കാട്ടിയും കൂടുതൽ വന്നു കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാവും, ഒരു ഫ്ലാഷ് ഓവർ ഒക്കർ ചെയ്യും. ദ ഫിനോമിനൻ ഓഫ് വയലറ്റ് ഗ്ലോ, ഹിസ്സിംഗ് നോയ്സ് ആൻഡ് പ്രൊഡക്ഷൻ ഓഫ് ഓസോൺ ഗ്യാസ് ഇൻ ആൻ ഓവർഹെഡ് ലൈൻ ഈസ് നോൺ ആസ് കൊറോണ. അതായത് ഒരു വൈലറ്റ് ഗ്ലോ, അതേപോലെ ഹിസ്സിംഗ് നോയ്സ്, പ്രൊഡക്ഷൻ ഓഫ് ഓസോൺ ഗ്യാസ് ഇൻ ആൻ ഓവർഹെഡ് ട്രാൻസ്മിഷൻ ലൈനാണ് നമ്മൾ പറയാ കൊറോണ എന്ന് പറയാം. If the conductors are polished and smooth, the corona glow will be uniform throughout the length of the conductor. Otherwise, the rough points will appear brighter. ഇനി കണ്ടക്ടേഴ്സ് ഒക്കെ എന്താണ്, നല്ല പോളിഷ് ചെയ്ത് സ്മൂത്ത് ആണെന്നുണ്ടെങ്കിൽ യൂണിഫോം ആയിട്ടാണ് ഈ കൊറോണ ഉണ്ടാവുക. കൊറോണ പറഞ്ഞാൽ നമുക്ക് അൺവാണ്ടഡ് ആയിട്ടൊരു സാധനമാണ്. അപ്പൊ അല്ലെങ്കിൽ എന്താണ്, എവിടെയൊക്കെയാണ് റഫ് പോയിന്റ്സ് ഉള്ളത് അവിടെ ബ്രൈറ്റർ ആയിട്ട് ഇതാവും. When with the DC voltage, there is difference in the appearance of the two wires. The positive wire has uniform glow and about it, while the negative conductor has spotty glow. ഇനി ഒരു ഡി സി വോൾട്ടേജ് ആണെന്നുണ്ടെങ്കിൽ അവിടെ പോസിറ്റീവ് മൈനസ് വയറിൽ അല്ലെ, പോസിറ്റീവ് വയറിൽ എന്താണ് യൂണിഫോം ഗ്ലോ ആണ് ഉണ്ടാവുക, വൈൽ ദ നെഗറ്റീവ് വയറിൽ എന്താണ് സ്പോട്ടി, എവിടെയെങ്കിലും ഒക്കെ ആയിട്ട് സ്പോട്ട് ചെയ്തിട്ടാണ് ഗ്ലോ ഉണ്ടാവുക. Theory of formation of corona formation. Some ionization is always present in air due to cosmic rays, ultraviolet radiation, and radioactivity. Therefore, under normal condition, the air around the conductors contains some ionized particles, that is free electrons and positive ions and the neutral molecules. അതായത് നമ്മൾ എപ്പോഴും എയറിൽ ഈ കോസ്മിക് റേസ്, അൾട്രാവയലറ്റ് റേഡിയേഷൻ, റേഡിയോ ആക്ടിവിറ്റി കാരണം ഉണ്ടാവും സം അയണൈസേഷൻ ഉണ്ടാവും. അതുകൊണ്ട് നോർമൽ കണ്ടീഷനിൽ തന്നെ എയറിൽ എന്തുണ്ടാവും, കണ്ടക്ടേഴ്സിന് ചുറ്റുമായിട്ട് എന്തുണ്ടാവും, സം അയണൈസ്ഡ് പാർട്ടിക്കിൾസ് ഉണ്ടാവും. അതിനെ നമുക്ക് പറയാം, ഈ അയണൈസ്ഡ് പാർട്ടിക്കിൾസിന് ഫ്രീ ഇലക്ട്രോൺസ് ആൻഡ് പോസിറ്റീവ് അയൺസ് പറയാം. അതുപോലെ ന്യൂട്രൽ മോളിക്യൂൾസ് ഉണ്ടാവും. When the PD is applied between the conductors, potential gradient is set up in the air which will have maximum value at the conductor surface. ഇനി ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമുക്ക് കണ്ടക്ടേഴ്സിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ് അവിടെ എയറിൽ സെറ്റപ്പ് ചെയ്യും. അത് കണ്ടക്ടറിന്റെ സർഫേസിൽ എന്തായിരിക്കും, മാക്സിമം ആയിരിക്കും. അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ്, എക്സിസ്റ്റിംഗ് ഫ്രീ ഇലക്ട്രോൺസ് അക്വയർ ഗ്രേറ്റർ വെലോസിറ്റീസ്. അപ്പോൾ പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ് അവിടെ ഉണ്ടായി കഴിഞ്ഞാൽ ഈ ഫ്രീ ഇലക്ട്രോൺസിന് ഒരു ഗ്രേറ്റർ വെലോസിറ്റി കിട്ടും. The greater the applied voltage, the greater the potential gradient and more is the velocity of free electron. അപ്പോൾ വോൾട്ടേജ് അപ്ലൈ ചെയ്ത വോൾട്ടേജ് കൂടുതലാണെന്നുണ്ടെങ്കിൽ പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റും കൂടും, അതേപോലെ എന്താണ് ഫ്രീ ഇലക്ട്രോൺസിന്റെ വെലോസിറ്റിയും കൂടും. When the potential gradient at the conductor surface reaches about 30 kilowatt per centimeter, that is maximum value, the velocity acquired by the free electrons is sufficient to strike a neutral molecule with enough force to dislodge
one or more electrons from it. This produces another ion and one or more free electrons, which is in turn are accelerated until they collide with other neutral molecules, thus producing other ions. Thus, the process of ionization is cumulative. അതായത് നമ്മൾ പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ് നമ്മൾക്ക് കണ്ടക്ടർ സർഫേസിൽ ഒരു 30 കിലോ വാട്ട് പെർ സെന്റിമീറ്ററിന് കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രീ ഇലക്ട്രോൺസിന്റെ വെലോസിറ്റി എന്ത് ചെയ്യും, വേറെ ന്യൂട്രൽ മോളിക്യൂളായിട്ട് ഇടിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ഇലക്ട്രോൺസും അണ്ടർ ഫ്രീ ഇലക്ട്രോൺസും ആയിട്ട് മാറും. അപ്പോൾ അങ്ങനെ ആക്സിലറേറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന്റെ അയോണിക് നമുക്കല്ല ഇതിന്റെ അയോണൈസേഷൻ എന്ത് ചെയ്യും, കൂടും. ദ റിസൾട്ട് ഓഫ് ദിസ് അയോണൈസേഷൻ ഈസ് either corona is formed or spark takes place between the conductors. ഒന്നില്ലെങ്കിൽ കൊറോണ അറ്റാക്ക് ചെയ്യും, അല്ലെങ്കിൽ എന്താണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക എന്താ വെച്ചാൽ ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടാവും. ഈ ഫ്രീ ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ സപ്ലൈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടക്ടറിന് അക്രോസ് കൊടുത്തു കഴിഞ്ഞാൽ അതിന് അക്രോസ് ഫ്രീ അയോൺസ് കൂടുതലായിരിക്കും. മാത്രമല്ല ഫ്രീ അയോൺസിൽ ഫ്രീ ഇലക്ട്രോൺസ്, ഈ അയോൺസിൽ എന്തുണ്ടാവും, ഇലക്ട്രോൺസ് ഉണ്ടാവും. ഈ ഫ്രീ ഇലക്ട്രോൺസിന്റെ വെലോസിറ്റി കൂടും എങ്ങനെ, പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൂടുകയാണെങ്കിൽ. അങ്ങനെ അത് തമ്മിൽ അടിച്ചിട്ട് ന്യൂക്ലിയർ മോളിക്യൂൾസിന് അത് എന്ത് ചെയ്യും, സ്പ്ലിറ്റ് ചെയ്യിക്കും. ഓക്കെ, അപ്പൊ സ്പ്ലിറ്റ് ചെയ്യിക്കുമ്പോൾ അവിടെ എന്തുണ്ടാവും, ഈ പറയുന്ന ഫ്രീ ഇലക്ട്രോൺസ് വീണ്ടും കൂടും. അപ്പൊ അങ്ങനെ ആയിട്ട് ക്യുമുലേറ്റീവ് ആയിട്ട് കൂടും. അതാണ് ഈ അയണൈസേഷൻ എന്ത് ചെയ്യുന്നത്, കൂടിപ്പോകുന്നത്. അപ്പോൾ ഒന്നില്ലെങ്കിൽ ഈ അയണൈസേഷൻ കാരണം കൊണ്ട് ഒന്നില്ലെങ്കിൽ കൊറോണ എഫക്റ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ എന്തുണ്ടാവും, സ്പാർക്ക് ഉണ്ടാവും. ഇനി വാട്ട് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് കൊറോണ? ഒന്ന്, അറ്റ്മോസ്ഫിയർ, കണ്ടക്ടർ സൈസ്, സ്പേസിംഗ് ബിറ്റ്വീൻ കണ്ടക്ടേഴ്സ്, ലൈൻ വോൾട്ടേജ്, ഇതൊക്കെ എന്താണ് കൊറോണനെ എഫക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പൊ എന്തൊക്കെയാണെന്ന് നോക്കാം. As corona is formed due to ionization of air surroundings the conductors, therefore it is affected by the physical state of atmosphere. In the stormy weather, the number of ions is more than normal, and such as corona occurs at much less voltages compared with the fair weather. അതായത് ഈ അയണൈസേഷൻ എന്ന് പറഞ്ഞാൽ എയർ സറൗണ്ടിങ് വെച്ചിട്ട് വലിയൊരു ഘടകമുണ്ട്. അതുകൊണ്ട് തന്നെ ഫിസിക്കൽ സ്റ്റേറ്റ് ഓഫ് അറ്റ്മോസ്ഫിയർ വലിയൊരു ഇൻഫ്ലുവൻസ് ഇതിലുണ്ട്. സ്റ്റോമി വെതറിൽ നമ്പർ ഓഫ് അയൺസ് എന്തായിരിക്കും, കൂടുതലായിരിക്കും നോർമൽ കണ്ടീഷനിൽ. അപ്പോൾ കൊറോണ എന്താ ചെറിയ വോൾട്ടേജിന് പോലും സ്റ്റോമി വെതറിൽ എന്ത് ചെയ്യും, ആക്ട് ചെയ്യും. പക്ഷെ ഫെയർ വെതറിൽ അത്ര ഉണ്ടാവില്ല. അപ്പോൾ നെക്സ്റ്റ്, കണ്ടക്ടർ സൈസ്. ദ കൊറോണ എഫക്ട് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഷേപ്പ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് ദ കണ്ടക്ടർ. കൊറോണ എഫക്ട് ഈ കണ്ടക്ടറിന്റെ ഷേപ്പും കണ്ടീഷനും വെച്ചിട്ടും നമുക്ക് എഫക്ട് ചെയ്യും. ദ റഫ് ആൻഡ് ഇറഗുലർ സർഫേസ് വിൽ ഗിവ് റൈസ് ടു മോർ കൊറോണ because unevenness of the surface decrease the values of breakdown voltage. ഈ റഫും അതേപോലെ ഇറഗുലർ സർഫേസും ഒക്കെ ആണെങ്കിൽ എന്താണ്, അവിടെ കൂടുതൽ കൊറോണ റൈസിനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം എന്താ വെച്ചാൽ അൺഈവനസ് ഓഫ് ദ സർഫസ് ഡിക്രീസസ് ദ വാല്യൂ ഓഫ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്. അപ്പോൾ അൺഈവനസ്, ഈ കണ്ടക്ടറിന്റെ ഉണ്ടാവുന്ന അൺഈവനസ് സർഫസ് കാരണം കൊണ്ട് ബ്രേക്ക് ഡൗൺ വോൾട്ടേജിന് വാല്യൂ ഓഫ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് പെട്ടെന്ന് നടക്കും. ഓക്കെ, വാല്യൂ ഓഫ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ഡിക്രീസ് ചെയ്യും, അതുകൊണ്ട് ബ്രേക്ക് ഡൗൺ പെട്ടെന്ന് നടക്കും. Thus, a stranded conductor has irregular surface and hence gives rise to more corona than a solid conductor. ഒരു സോളിഡ് കണ്ടക്ടറിനെക്കാട്ടി കൂടുതൽ കൊറോണ ഏതുണ്ടാവും, സ്റ്റാൻഡേർഡ് കണ്ടക്ടർ ഉണ്ടാവും. നെക്സ്റ്റ്, സ്പേസിംഗ് ബിറ്റ്വീൻ കണ്ടക്ടേഴ്സ്. If the spacing between the conductors is very large as compared to their diameters, there may not be any corona effect. It is because larger distance between conductors reduces the electrostatic stresses at the conductor surface, thus avoiding corona formation. അപ്പോൾ രണ്ട് കണ്ടക്ടറിന്റെ ഇടയിലുള്ള സ്പേസസ് കൂട്ടിക്കഴിഞ്ഞാൽ കൊറോണ എഫക്ട് വളരെ കുറയും. കാരണം എന്താ വെച്ചാൽ ലാർജർ ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ചിട്ട് ഇലക്ട്രോസ്റ്റാറ്റിക് സ്ട്രെസ് ഈ കണ്ടക്ടർ സർഫസിൽ എന്ത് ചെയ്യും, റെഡ്യൂസ് ചെയ്യും. അതുകൊണ്ട് തന്നെ കൊറോണ ഫോർമേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവോയ്ഡ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ്, ലൈൻ വോൾട്ടേജ്. ദ ലൈൻ വോൾട്ടേജ് ഗ്രേറ്റ്ലി എഫക്ട്സ് കൊറോണ. ഇഫ് ഇറ്റ് ഈസ് ലോ, ദർ ഇസ് നോ ചേഞ്ച് ഇൻ ദ കണ്ടീഷൻ ഓഫ് എയർ സറൗണ്ടിങ് the conductors and hence no corona is formed. However, if the line voltage has a value, the electrostatic stresses developed to the conductor surface make the air around the conductor conducting, then corona is formed. അപ്പോൾ ലൈൻ കണ്ടക്ടറിൽ ലൈൻ വോൾട്ടേജ് കുറവാണെന്നുണ്ടെങ്കിൽ ലൈൻ വോൾട്ടേജിന് ഭയങ്കര ഒരു ഇതുണ്ട്, കൊറോണ ഉണ്ടാവാനുള്ള. ലൈൻ വോൾട്ടേജ് കുറവാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക് സ്ട്രെസ് ഇലക്ട്രോസ്റ്റാറ്റിക് സ്ട്രെസ് അറൌണ്ട് ദ കണ്ടക്ടർ സറൗണ്ടിങ്സിൽ എന്തായിരിക്കും, കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ കൊറോണ ഫോം ചെയ്യാനുള്ള ചാൻസും വളരെ കുറവാണ്, അല്ലെങ്കിൽ ഉണ്ടാവില്ല. ബട്ട് ലൈൻ വോൾട്ടേജ് ഇങ്ങനെ ഒരു വാല്യൂ വെച്ച് ഇൻക്രീസ് ചെയ്ത് വരെ ഇലക്ട്രോസ്റ്റാറ്റിക് സ്ട്രെസ് ഉണ്ടാവുന്ന രീതിയിൽ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ എന്താണ്, കണ്ടക്ടർ സർഫേസിൽ എന്ത് ചെയ്യും, എയർ അറൌണ്ട് ദ കണ്ടക്ടർ കണ്ടക്ടിങ് മെറ്റീരിയലിൽ അവിടെ എന്ത് ചെയ്യും, ഇലക്ട്രോസ്റ്റാറ്റിക് സ്ട്രെസ് കൂടും. അതുകൊണ്ട് തന്നെ കൊറോണ എന്ത് ചെയ്യും, കൂടും.
Next, some important terms. The phenomenon of corona plays an important role in the design of overhead transmission line. അപ്പോൾ ഈ കൊറോണ വെച്ചിട്ട് നമുക്ക് കൊറോണ മാക്സിമം റെഡ്യൂസ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് എന്താണ് നോക്കാൻ കുറച്ച് ഡിസൈനിൽ ഭയങ്കരമായിട്ട് നമുക്ക് ശ്രദ്ധിക്കാനുണ്ട്. Therefore, if it is profitable to consider the following terms much used in the analysis of corona effect. First one, critical disruptive voltage. ഞാൻ നേരത്തെ പറഞ്ഞു critical disruptive voltage. It is the minimum phase neutral voltage at which corona occurs. ഒരു മിനിമം ഫേസ് ന്യൂട്രൽ വോൾട്ടേജ്, ഫേസ് ടു ന്യൂട്രൽ അല്ല നമ്മൾ പറയുന്നത്, മിനിമം ഫേസ് ടു ന്യൂട്രൽ വോൾട്ടേജ് അറ്റ് വിച്ച് കൊറോണ ഒക്കേഴ്സിനാണ് നമ്മൾ പറയുന്നത്. ഒരു മിനിമം വോൾട്ടേജിനാണ് കൊറോണ ഒക്കർ ചെയ്യാനുള്ള മിനിമം ചാൻസിലാണ് നമ്മൾ എന്താ പറയുക, ക്രിട്ടിക്കൽ ഡിസ്ട്രപ്റ്റീവ് വോൾട്ടേജ്. കൺസിഡർ ടു കണ്ടക്ടേഴ്സ് ഓഫ് റേഡിയസ് ആർ സെന്റിമീറ്റർ സ്പേസ്ഡ് ഡി സെന്റിമീറ്റർ അപ്പാർട്ട്. നമ്മൾ രണ്ട് കണ്ടക്ടർ ആർ സെന്റിമീറ്റർ റേഡിയസിലും ഡി സെന്റിമീറ്റർ സ്പേസ് ചെയ്തിട്ടുള്ള, അപ്പൊ ഡി ഇവിടെ ഡയമീറ്റർ അല്ല ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, നമ്മൾ കൺസിഡർ if V is the phase neutral potential, then potential gradient at the conductor surface is given by V ആണ് പൊട്ടൻഷ്യൽ ഫേസ് ടു ന്യൂട്രൽ പൊട്ടൻഷ്യൽ എന്നുണ്ടെങ്കിൽ പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ് G is given by എന്താണ്, V by R log to the log V by R to the base E volts per centimeter. In order that corona is formed, the value of G must be made equal to the breakdown strength of air. അപ്പോൾ കൊറോണ ഫോം ചെയ്യുന്നതുകൊണ്ട് തന്നെ വാല്യൂ ഓഫ് ജി എന്ത് ചെയ്യണം, നമുക്ക് ബ്രേക്ക്ഡൗൺ സ്ട്രെങ്ത്തിന്റെ ആയിട്ട് ഈക്വലൈസ് ചെയ്യണം. The breakdown strength of the air at a 76 centimeter pressure and the temperature 25 degrees Celsius is 30 kilowatt per centimeter or 21.2 kilowatt per centimeter RMS. അപ്പോൾ മാക്സിമം വോൾട്ടേജ് 30 കിലോവാട്ട് ആയിരിക്കും എന്ത് 76 സെന്റിമീറ്റർ പ്രഷറിലും ടെമ്പറേച്ചർ ആയിട്ട് 25 ഡിഗ്രി സെൽഷ്യസിലും. ഓക്കെ, അതേപോലെ 21.2 കിലോവാട്ട് RMS വാല്യൂ ആൻഡ് ഇറ്റ് ഇസ് ഡിനോട്ടഡ് ബൈ G0. അപ്പൊ അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, G0 എന്ന് പറഞ്ഞിട്ട് പറയാൻ പറ്റും. ഇഫ് വി സി ഇസ് ദ ഫേസ് ന്യൂട്രൽ പൊട്ടൻഷ്യൽ റിക്വയർഡ് അണ്ടർ ദീസ് കണ്ടീഷൻ. അപ്പൊ ഈ ഒരു പർട്ടിക്കുലർ കണ്ടീഷനിൽ G0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി സി ഡിവൈഡ് ബൈ ആർ ലോഗ് ടു ദ ബേസ് ഇ ഡി ബൈ ആർ ആണ്, where G0 is the breakdown strength of air at 76 centimeter of mercury and 25 degrees Celsius. അപ്പോൾ ഇതൊരു ജസ്റ്റ് ഒരു എന്ത് ചെയ്യാണ്, ഒരു കണ്ടീഷൻ പറയണം, ഇന്ന കണ്ടീഷനിൽ ആണെങ്കിൽ therefore it is 30 kilovolt per centimeter maximum or 21.2 centimeter RMS. അപ്പോൾ ഇത് ശ്രദ്ധിച്ചു വെക്കുക, ചിലപ്പോൾ നമുക്ക് G0 വെച്ചിട്ടൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. therefore critical disruptive voltage VC എന്ന് പറയുന്നത് ഇതിനെ വെച്ചിട്ടാവുമ്പോൾ എന്താണ് G0 into VC, ക്രിട്ടിക്കൽ ഡിസ്ട്രപ്റ്റീവ് വോൾട്ടേജ് DC എന്ന് പറഞ്ഞാൽ VC. നമ്മളിതൊരു നോർമൽ കണ്ടീഷൻ എടുത്തിരിക്കുക, ടെമ്പറേച്ചർ 25 ഡിഗ്രി സെൽഷ്യസ് വെച്ചിട്ട്, അങ്ങനെയാണെങ്കിൽ എന്താണ് G0 into R log to the base E of D by R വരും. The above expression for disruptive voltage is under standard condition. നേരത്തെ പറഞ്ഞതാണ് under standard condition ആണ്. At 76 centimeter of Hg and 25 degrees Celsius. അത് mercury 76 centimeter of mercury. However, if the conditions are vary, the air density also changes, thus alternating the value of G0. The value അപ്പോൾ നമ്മളുടെ കണ്ടീഷൻസ് മാറുന്നതിനനുസരിച്ചിട്ട് G0 മാറും. The value of G0 is directly proportional to the air density. G0 directly proportional to air density ആണ്. Okay. Thus, the breakdown strength of air at a barometric pressure of B centimeter of mercury and the temperature of T degrees Celsius become delta G0, where delta is equal to air density factor, that is 3.92 B divided by 273 plus T. Under standard condition, the value of delta is equal to 1. ഒരു സ്റ്റാൻഡേർഡ് കണ്ടീഷനിൽ ഡെൽറ്റ 1 ആണ്. അപ്പൊ നേരത്തെ നമ്മൾ ക്രിട്ടിക്കൽ ഡിസ്ട്രപ്റ്റീവ് വോൾട്ടേജ് വി സി ഇസ് ഇക്വൽ ടു G0 R log D by R to the base E ആയിരുന്നു. കാരണം എന്താണ്, അവിടെ ഡെൽറ്റ 1 ആയിരുന്നു അല്ലെ, ഇവിടെ എന്താണ് ഡെൽറ്റ. അപ്പൊ ഈ ഒരു വാല്യൂ കൂടി ആലോചിച്ച് വെക്കുക, 3.92 ബി. ബി എന്ന് പറഞ്ഞാൽ എന്താണ്, അറ്റ്മോസ്ഫിയറിക് പ്രഷറിലുള്ള എത്ര സെന്റിമീറ്റർ ആണെന്നുള്ളത്, അതുപോലെ ടി എത്ര ഡിഗ്രി സെൽഷ്യസ് ആണെന്നുള്ളത്. Okay, then correction must be made for the surface condition of the conductor. Thus, this is accounted for by multiplying above expression by irregularity factor M0. അപ്പോൾ ഇത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർഫസ് നോർമൽ ആയിട്ടുള്ള സോളിഡ് കണ്ടീഷനിലാണ്, പക്ഷെ ഒരു ഇറഗുലാരിറ്റി M0 എന്നുള്ളത് ഉണ്ടെന്നുണ്ടെങ്കിൽ MO അല്ലെങ്കിൽ M0 ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ക്രിട്ടിക്കൽ ഡിസ്ട്രപ്റ്റീവ് വോൾട്ടേജ് VC എന്ന് പറഞ്ഞാൽ എന്താണ്, M0 G0 ഡെൽറ്റ R log to the base E D by R kilovolt per phase ആണ്. അപ്പോൾ where M0 is 1 for polished conductors, 0.92 to 0.92 for dirty conductors and 0.87 to 0.8 for standard conductors. ഈ വാല്യൂസ് ഒക്കെ ഇതൊന്ന് ആലോചിച്ച് വെക്കുക. നമുക്ക് രണ്ട് പ്രോബ്ലം ചെയ്താൽ ശരിയാവും. ഓക്കെ, next, visual critical voltage. It is the minimum phase neutral voltage
at which corona glow appears all along the line conductors. അതായത് ആദ്യം ഒരു കൊറോണ എഫക്റ്റ് ഉണ്ടാവും, പക്ഷെ അത് ഗ്ലോ ചെയ്യുന്നുണ്ടാവില്ല. അത് നമ്മൾക്ക് മിനിമം ഫേസ് ന്യൂട്രൽ വോൾട്ടേജിൽ എപ്പോഴാണോ ഒക്കർ ചെയ്യണത്, അതായത് വിഷ്വലി നമുക്ക് കാണാൻ പറ്റുന്നത്, അതിനാണ് നമ്മൾ എന്ത് വിഷ്വൽ ക്രിട്ടിക്കൽ വോൾട്ടേജ്. It has been seen that in case of parallel conductors, the corona glow does not begin at the disruptive voltage VC, but at a higher voltage VV called visual critical voltage. അതായത് നോർമലി ഒരു പാരലൽ കണ്ടക്ടേഴ്സ് പോകുമ്പോൾ കൊറോണ ഗ്ലോ അവിടെ ഉണ്ടായിക്കൊള്ളുന്നില്ല. ഓക്കെ, ഒരു ഡിസ്ട്രിപ്റ്റീവ് വോൾട്ടേജ് വരുമ്പോൾ, അതായത് വി സിയിൽ ഡിസ്ട്രപ്റ്റീവ് വോൾട്ടേജ് വരുമ്പോഴാണ് അവിടെ എന്തുണ്ടാവുക, കൊറോണ എഫക്റ്റ് ഉണ്ടാവുക. പക്ഷെ അവിടുന്ന് കുറച്ചും കൂടി വോൾട്ടേജ് കൂടിയിട്ടുള്ള ഒരു വോൾട്ടേജ്, അതിനാണ് വിഷ്വൽ ക്രിട്ടിക്കൽ വോൾട്ടേജ് വി. അപ്പോഴാണ് എന്തുണ്ടാവുക, ഇതുണ്ടാവുക കാണാൻ പറ്റുക. The phase neutral effective value of visual critical voltage is given by the following empirical formula. VV is equal to MVGO delta R of 1 plus 0.3 root delta R into നേരത്തെ log 2. അപ്പോൾ ഇവിടെ അഡീഷണൽ ആയിട്ട് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എം വി വന്നു അല്ലെ, പിന്നെന്താണ് അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ നോക്കുക. വേർ എം വി ഇസ് അനദർ ഇറഗുലാരിറ്റി ഫാക്ടർ. 1 ആണ് പോളിഷ്ഡ് കണ്ടക്ടറിന്, 0.72 ആണ് ഏതിന് വരിക, നമ്മളുടെ 0.72 ആണ് ഡെൽറ്റ നമുക്ക് തന്നിട്ടുണ്ടാവും. 0.72 ആണ് ഏതിന് വരിക, 0.72 to 8 ആണ് ഫോർ റഫ് കണ്ടക്ടേഴ്സിന് വരിക. നെക്സ്റ്റ്, പവർ ലോസ് ഡ്യൂ ടു കൊറോണ. ഫോർമേഷൻ ഓഫ് കൊറോണ ഈസ് ആൾവേസ്, ഈ ഇക്വേഷൻസ് ഒക്കെ ഒന്ന് പഠിച്ചു വെക്കണം കേട്ടോ. സിമ്പിൾ ആണെന്ന് 2 പ്രാവശ്യം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആവും. Power loss due to corona. Formation of corona is always accompanied by energy loss. നമ്മൾക്ക് ഈ കൊറോണ കാരണം കൊണ്ട് അവിടെ എനർജി ലോസ് ഉണ്ടാവും. അത് എങ്ങനെ വെച്ചാൽ which is specified in the form of light, heat, sound, chemical action, the formula ഒക്കെ എന്ത് ചെയ്യും, dissipate ചെയ്യും. When disruptive voltage is exceeded, the power loss due to corona is given by P is equal to 242.2 into F plus 25 by delta root of R by D into V minus VC whole square into 10. അതായത് ഈ വാല്യൂ പഠിച്ചേക്കുക. F എന്ന് പറഞ്ഞാൽ എന്താണ്, സപ്ലൈ ഫ്രീക്വൻസി ആണ്. വി എന്താണ്, ഫേസ് ന്യൂട്രൽ, അതായത് ഈ വി എന്നാണ് ഫേസ് ന്യൂട്രൽ വോൾട്ടേജ് ആർ എം എസ് വാല്യൂ ആണ്. വി സി പറഞ്ഞാൽ ഡിസ്ട്രപ്റ്റീവ് വോൾട്ടേജ് ആർ എം എസ് വാല്യൂ. ഡി ഡിസ്റ്റൻസ് ആണെന്ന് പറഞ്ഞു, ആർ റേഡിയസ് ആണെന്ന് പറഞ്ഞു, ഡെൽറ്റ നമ്മൾ നേരത്തെ പറഞ്ഞ ഫാക്ടർ. Advantages and disadvantages of corona. Advantages and due to corona formation, air surrounding the conductor becomes conducting, and hence virtual diameter of the conductor is increased. The increased diameter reduces the electrostatic stresses between the conductors. അതായത് കൊറോണ കാരണം കൊണ്ട് എന്താണ്, എയർ സറൗണ്ടിങ്ങിൽ ഒരു കണ്ടക്ടർ, ഒരു കണ്ടക്ടിങ് സെക്ഷൻ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ വെർച്വൽ ഡയമീറ്റർ ഓഫ് ദ കണ്ടക്ടർ എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്ത പോലെ. അതുകൊണ്ട് തന്നെ ഇൻക്രീസ്ഡ് ഡയമീറ്റർ എന്ത് ചെയ്യും, ഇലക്ട്രോസ്റ്റാറ്റിക് സ്ട്രെസ്സസിന് എന്ത് ചെയ്യും, കണ്ടക്ടർ തമ്മിലുള്ള അതിന്റെ ഇടയിലുള്ള കുറക്കും. കൊറോണ റെഡ്യൂസസ് ദ എഫക്ട് ഓഫ് ട്രാൻഷ്യൻസ് പ്രൊഡ്യൂസ്ഡ് ബൈ സർജസ്. സർജസ് കാരണം കൊണ്ട് ഉണ്ടാവുന്ന ട്രാൻഷ്യൻ എഫക്ട്സ് എന്ത് ചെയ്യും, കൊറോണ കുറക്കും. ഡിസഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ ഇറ്റ് ഈസ് അക്കംപനീസ്ഡ് ബൈ എ ലോസ് ഓഫ് എനർജി. ഒരു എനർജി ലോസ് ഉണ്ടാവും. ദിസ് അഫക്ട്സ് ദ ട്രാൻസ്മിഷൻ എഫിഷ്യൻസി. അതുകൊണ്ട് തന്നെ ട്രാൻസ്മിഷൻ എഫിഷ്യൻസിനെ എഫക്ട് ചെയ്യും. ഓസോൺ ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ കൊറോണ ആൻഡ് മേ കോസ് കൊറോഷൻ ഓഫ് ദ കണ്ടക്ടർ ഡ്യൂ ടു കെമിക്കൽ ആക്ഷൻ. ഓസോൺ ഉണ്ടാവും ഈ കണ്ടക്ടർ കാരണം കൊണ്ട്. അതുകൊണ്ട് തന്നെ കൊറോഷൻ ഉണ്ടാവാനുള്ള ചാൻസ് എന്താണ്, ഈ കെമിക്കൽ ആക്ഷൻ കാരണം കൊണ്ട് ഉണ്ട്. The current drawn by the line due to corona is non-sinusoidal, and hence non-sinusoidal voltage drop occurs in the line. അപ്പോൾ കൊറോണ കാരണം കൊണ്ട് എന്താണ്, ഒരു നോൺ സിനുസോയിഡൽ, കൊറോണ നോൺ സിനുസോയിഡൽ, അപ്പോൾ എന്താണ്, നോൺ സിനുസോയിഡൽ വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. ദിസ് മേ കോസ് ഇൻഡക്റ്റീവ് ഇന്റർഫിയറൻസ് വിത്ത് നൈബറിംഗ് കമ്മ്യൂണിക്കേഷൻ ലൈൻസ്. ഇത് കാരണം കൊണ്ട് എന്താണ്, നൈബറിംഗ് കമ്മ്യൂണിക്കേഷൻ ലൈൻസിൽ എന്തുണ്ടാവും, ഇന്റർഫിയറൻസ് ഉണ്ടാവും. മെത്തേഡ്സ് ഓഫ് റെഡ്യൂസിങ് കൊറോണ എഫക്റ്റ്. നമ്മൾക്ക് ഇൻറ്റൻസ് കൊറോണ എഫക്റ്റ് നമ്മൾ 33 kV എബവ് ആണ് കൂടുതലായിട്ട് കാണുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾക്ക് കൊറോണ സബ്സ്റ്റേഷനിലൊക്കെ ഡിസൈൻ ചെയ്യുമ്പോൾ, ബസ് ബാറിലൊക്കെ ഡിസൈൻ ചെയ്യുമ്പോൾ 33 kV എബവ് ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ എന്താ വെച്ചാൽ ഹയർ വോൾട്ടേജസിൽ എന്ത് ചെയ്യും, ഹൈലി അയനൈസ്ഡ് എയർ കാരണം കൊണ്ട് എന്ത് ചെയ്യും, ഫ്ലാഷ് ഓവർ ഇൻസുലേറ്റേഴ്സിൽ, അതുപോലെ ബിറ്റ്വീൻ ഫേസസ് ഇതിലൊക്കെ ഉണ്ടാവും. അത് എക്വിപ്മെന്റിന് കൺസിഡറബിൾ ഡാമേജ് ഉണ്ടാക്കും. Okay. Corona effects can be reduced by the following method: by increasing conductor size. By increasing conductor size, the voltage at which corona occurs is raised, and hence corona effects are considerably reduced. Conductor size കൂട്ടുകയാണെങ്കിൽ the voltage ഒക്കർ ചെയ്യാൻ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കുറക്കാൻ പറ്റും. വോൾട്ടേജ് ഒക്കർ ചെയ്യാനുള്ള ചാൻസ് എന്ത് ചെയ്യാം, കുറക്കാം. മനസ്സിലായോ? which corona occurs is raised. അപ്പോൾ കൊറോണ ഒക്കർ ചെയ്യണമെങ്കിൽ കുറേ ടൈം പിടിക്കും, and hence corona effects are considerably reduced.
This is one of the reasons that ACSR conductors which have a larger cross-sectional area are used in transmission line. അതുകൊണ്ടാണ് ACSR എന്നുള്ള കണ്ടക്ടർ അതിന് ലാർജ് ക്രോസ് സെക്ഷണൽ ഏരിയകളിലാണ് നമ്മൾ എന്ത് ട്രാൻസ്മിഷന് യൂസ് ചെയ്യുന്നത്. ബൈ ഇൻക്രീസിങ് കണ്ടക്ടർ സ്പേസിംഗ്, രണ്ട് കണ്ടക്ടർ തമ്മിലുള്ള സ്പേസിംഗ് ഇൻക്രീസ് ചെയ്യാം. ബൈ ഇൻക്രീസിംഗ് ദ സ്പേസിംഗ് ബിറ്റ്വീൻ ദ കണ്ടക്ടേഴ്സ് ദ വോൾട്ടേജ് അറ്റ് വിച്ച് കൊറോണ occurs is raised and hence corona effects can be eliminated. However, spacing cannot be increased too much, otherwise the cost of supporting structure, that is നമ്മൾ സ്പേസിങ് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കൊറോണ എഫക്റ്റ് നന്നായി കുറക്കാൻ പറ്റും. പക്ഷെ കൂടുതലായിട്ട് കൂട്ടിക്കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ കോസ്റ്റ് ഓഫ് സപ്പോർട്ടിംഗ് സ്ട്രക്ചർ നല്ല കൂടും. ഓക്കെ, അപ്പോൾ അതും കൂടി നോക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഡിസൈൻ ചെയ്യാൻ. നമ്മൾ നേരത്തെ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് ഇന്റർഫിയറൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ലൈൻ ഡ്യൂ ടു കൊറോണ പറഞ്ഞു. അപ്പോൾ അത് എന്താണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ടാണ് രണ്ടെണ്ണം പറയുന്നത്. രണ്ട് കാര്യമുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇത് നമ്മൾ സിലബസിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഹൈ വോൾട്ടേജ് ട്രാൻസ്മിഷൻ ലൈൻസ് ആൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ കേസ് can cause radio interference. ഹൈ വോൾട്ടേജ് ട്രാൻസ്മിഷൻ ലൈൻസ് അതുപോലെ സബ്സ്റ്റേഷൻ കാരണം കൊണ്ട് റേഡിയോ ഇന്റർഫിയറൻസ് ഉണ്ടാവാം. രണ്ടാമത്തെ പറഞ്ഞാൽ കൊറോണ പ്രൊഡ്യൂസേഴ്സ് ഇൻഡക്റ്റീവ് ഇന്റർഫിയറൻസ്, അതായത് ഇൻഡക്റ്റീവ് ഇന്റർഫിയറൻസ് ട്രാൻസ്മിഷൻ ലൈനും വയർലെസ് ലൈനും തമ്മിൽ ഉണ്ടാവാം. ഓക്കെ, അപ്പോൾ സിൻസ് റേഡിയോ നോയ്സ് ഈസ് അസോസിയേറ്റഡ് വിത്ത് കൊറോണ, ഈ റേഡിയോ നോയ്സ് കൊറോണയായിട്ട് അസോസിയേറ്റ് ചെയ്തുകൊണ്ട് ഇറ്റ് മെയിൻലി ഡിപ്പെൻഡ്സ് ഓൺ ദ പൊട്ടൻഷ്യൽ ഗ്രേഡിയൻസ് അറ്റ് ദ കണ്ടക്ടർ. അത് പൊട്ടൻഷ്യൽ ഗ്രേഡിയൻസ് അറ്റ് ദ കണ്ടക്ടറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് ആൾസോ ഇൻഫ്ലുവൻസ്ഡ് ബൈ ആൾ ദോസ് ഫാക്ടേഴ്സ്. അതായത് കൊറോണനെ എന്തൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ അതൊക്കെ എന്തിനും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഈ പറയുന്ന ട്രാൻസ്മിഷൻ ലൈനിന്റെ റേഡിയോ നോയ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതായത് എയർ ഡെൻസിറ്റി, ഹ്യൂമിഡിറ്റി, വിൻഡ് കണ്ടമിനേറ്റ്സ്, imperfection, ഇതൊക്കെ ഉണ്ട്. Radio noise is bad weather is about radio noise in bad weather is about 10 to 25 dB higher than the radio noise during fair weather. Fair weather നെക്കാട്ടും 10 to 25 dB higher ആയിരിക്കും. The radio interference is caused by electromagnetic waves in the frequency range of broadcast frequency. അപ്പോൾ റേഡിയോ ഇന്റർഫിയറൻസ് കോസ് ചെയ്യുന്നത് പറഞ്ഞാൽ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഇൻ ദ ഫ്രീക്വൻസി റേഞ്ചിലുള്ള ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് കാരണമാണ്. അതെന്താണ് റേഡിയോ ഇൻഫറൻസ് 0.5 to 1.6 മെഗാഹെർട്സ് ആണ്. ബൈ യൂസിങ് ബണ്ടിൽഡ് കണ്ടക്ടേഴ്സ് സർഫസ് വോൾട്ടേജ് സ്ട്രെസ് കൊറോണ ആൻഡ് റേഡിയോ ഇന്റർഫറൻസ് ക്യാൻ ബി റെഡ്യൂസ്ഡ്. ബണ്ടിൽഡ് കണ്ടക്ടേഴ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ സർഫസ് സ്ട്രെസ് സർഫസ് വോൾട്ടേജ് സ്ട്രെസ് കൊറോണ റേഡിയോ ഇന്റർഫറൻസ് ഇതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇനി അടുത്ത നമ്മൾ പറഞ്ഞ പോയിന്റ് ഇൻഡക്റ്റീവ് ഇന്റർഫിയറൻസ് ആണ്. റേഡിയോ ഇന്റർഫിയറൻസ് ഡ്യൂ ടു കൊറോണ ഈസ് ഓഫ് ഇമ്പോർട്ടൻസ് ഫോർ ലൈൻസ് അബൌട്ട് 200 കിലോ വോൾട്ടിന് അബവ് ആണ് ഈ റേഡിയോ ഇന്റർഫിയറൻസ് ഇതിൽ വരുന്നത്. ദ ഇലക്ട്രോമാഗ്നറ്റിക് ആൻഡ് ഇലക്ട്രോസ്റ്റാറ്റിക് എഫക്ട്സ് മെയിൻലി ഡിപ്പെൻഡ് ഓൺ what is the distance between power and communication circuits and length of the route over which they are parallel. അപ്പോൾ ഈ ഇലക്ട്രോമാഗ്നറ്റിക് സ്ട്രെസ്സും ശരിക്കും ഡിപ്പെൻഡ് ചെയ്യുന്നത് വെച്ചാൽ രണ്ടും തമ്മിലുള്ള ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പവർ ആൻഡ് കമ്മ്യൂണിക്കേഷൻ രണ്ടും തമ്മിലുള്ള ഡിസ്റ്റൻസും അതേപോലെ ലെങ്ത് ഓഫ് റൂട്ട് ഓവർ എത്ര വരെ ഇവർ പാരലൽ ആയിട്ട് പോകുന്നതിനെ ഡിപ്പെൻഡ് ചെയ്യും. ദ അൺഅക്സെപ്റ്റബിൾ ഡിസ്റ്റർബൻസ് വിച്ച് ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ ടെലിഫോൺ കമ്മ്യൂണിക്കേഷൻ ബിക്കോസ് ഓഫ് പവർ ലൈൻസ് ഈസ് കോൾഡ് ടെലിഫോൺ ഇന്റർഫിയറൻസ്. ടെലിഫോൺ ഇന്റർഫിയറൻസ് പറഞ്ഞാൽ എന്താണ്, അൺഅക്സെപ്റ്റബിൾ ഡിസ്റ്റർബൻസ് ഉണ്ടാവുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ടെലിഫോൺ ഇന്റർഫിയറൻസ് പറയുന്നത്, അതായത് ടെലിഫോൺ കമ്മ്യൂണിക്കേഷനിൽ ഉണ്ടാവുന്നത്. അപ്പോൾ ഇതിന്റെ പ്രോബ്ലംസും കൂടി ഡികെ മെത്തേഡ് ഒന്ന് നോക്കുക. കാരണം ഇതോടുകൂടി നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ് ഈ മൊഡ്യൂൾ. ഓക്കെ, ദിസ് ഇസ് ദ ലാസ്റ്റ് പോർഷൻ. ഓക്കെ, താങ്ക് യു.